പീറ്റർ പ്രിൻസ്, ഡോക്ടർ പ്രിൻസിൻ്റെയും മാഡം ജിസിൻ്റെയും 3 മക്കളിൽ മൂത്തയാളാണ്. അപ്പം ജോ പറഞ്ഞു കഴിഞ്ഞു, ജോയുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫാദറാണ്. ഈ വഴികളിൽ ഫാദർ വഹിച്ച പങ്ക് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സോ ഹലോ സർ. സാറിന് ഈ ഒരു നിമിഷം എനിക്കറിയാം അതിയായ സന്തോഷം കാണും. സാറത് എങ്ങനെ കാണുന്നു? ഈ ഒരു സന്തോഷം നീറ്റ് ആസ്പിറൻസിനായിട്ട് സാർ എങ്ങനെ ഷെയർ ചെയ്യുന്നു? ഇത് വളരെ സന്തോഷമുള്ള സമയമാണ്. ബ്രില്യൻറ്റിൻ്റെ ട്രെയിനിങ് കാരണമാണ് ജോയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയത്. ജോ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിരുന്നു. നല്ലൊരു മോട്ടിവേഷൻ അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എസ്പെഷ്യലി ജിത്ത് സാർ, മിഞ്ചു മിസ്, ഡയറക്ടർ ജോർജ് സാർ, ആ മോട്ടിവേഷൻ വളരെ നന്നായിട്ട് അവനെ പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഹാർഡ് വർക്ക് അതും നന്നായിട്ട് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഓഫ്ലൈനിലാണ് അവൻ തുടങ്ങിയത്. പിന്നെ അത് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സ്മൂത്തായിട്ട് ബ്രില്യൻ്റ് അത് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ശരിക്കും ഓൺലൈനാണ് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം അവൻ്റെ ആ പെർഫോമൻസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയുടെ ഈ വിജയത്തിൽ ഫാദർ വഹിച്ച പങ്കും അമ്മ വഹിച്ച പങ്കും 2 സഹോദരിമാർ വഹിച്ച പങ്കും ഒക്കെ വളരെ വലുതായിരിക്കും. നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചറിയാം അമ്മയുടെ ആ ഒരു സന്തോഷം എങ്ങനെയാണെന്ന്. ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനൊരു വിജയം കിട്ടിയതിന്. പിന്നെ ജോയുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. അതിന് പറ്റിയ എല്ലാ ഒരു സപ്പോർട്ടും വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു. ഇപ്പോൾ അവൻ്റെ രീതികൾക്കനുസരിച്ച് ഞങ്ങൾ കുറച്ച് നാൾ മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ജോ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവൻ്റേതായ ഒരു രീതിയാണ്, അതിന് ഞങ്ങൾ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തു. നമുക്ക് ജോയുടെ സിസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കാം. അപ്പം ഒരുപക്ഷെ അവരുടെ റൂട്ടീൻസൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്ത് കാണും ജോയ്ക്ക് വേണ്ടി. ഇനിയിപ്പം ഇവരുടെ ഇൻസ്പിറേഷനും ഒരുപക്ഷെ ജോയ് ആയിരിക്കും. മോളൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ ചേട്ടനെ സപ്പോർട്ടീവായി നിന്ന് കാണും. കാരണം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ചേട്ടൻ്റെ ഈ ഒരു വിജയത്തിൽ പറയാനുള്ളത്? ചേട്ടൻ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് മെയിൻലി ചേട്ടന് നീറ്റിന് ഇപ്പോൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് മെയിൻലി ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന നിലയിൽ സപ്പോർട്ട് നന്നായിട്ട് കൊടുത്തു. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ചേട്ടന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ചേട്ടനപ്പോൾ ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഇല്ലാത്തത് തന്നെയായിരുന്നു ചേട്ടന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സഹായിച്ചത്. പിന്നെ ഞങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്തു. അതൊക്കെ തന്നെയാണ് ചേട്ടനെ നന്നായി പെർഫോം ചെയ്യാൻ സഹായിച്ചത്. സോ സാർ, നിങ്ങളുടെ ഈ വിജയത്തിൽ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. സോ താങ്ക് യു. ഇന്നിപ്പോൾ ജോ പീറ്റർ പ്രിൻസ് തൃശ്ശൂരിൻ്റെയും ഇരിങ്ങാലക്കുടയുടെയും ഒരുപക്ഷെ കേരളത്തിൻ്റെയും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെയും ദേവമാത സ്കൂളിൻ്റെ ഒക്കെ അഭിമാനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന നീറ്റ് ആസ്പിറൻസ് നിങ്ങളും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുക, സ്മാർട്ടായി വർക്ക് ചെയ്യുക, നല്ലതുപോലെ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.